കരുണയുടെ അവസാന മണിക്കൂർ 24. എതിർ ക്രിസ്തു തീർച്ചയായും ഒരു മനുഷ്യൻ തന്നെ. എന്നാൽ സർവ്വലോകത്തിൻ്റെ മേലും സാർവത്രികമായ അധികാരം തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുവാൻ തക്കവിധം അഹങ്കാരിയുമാണ് അവൻ. താൻ ദൈവമെന്ന് വിളിക്കപ്പെടണമെന്ന് പോലും അവൻ ആവശ്യപ്പെടും. അതുകൊണ്ട് അവൻ ഈ ലോകത്തിലുള്ള രാജ്യങ്ങളെയെല്ലാം യുദ്ധസമ്മേതരായി ഒരുമിച്ച് കൂട്ടും. തൻ്റെ ധനവും പ്രതാപവും കൊണ്ട് അവൻ ജനതകളെയും രാഷ്ട്രങ്ങളെയും വശീകരിക്കും. ഭൗതികവാദം എല്ലാവരെയും കീഴടക്കും. അതുവഴി മനുഷ്യൻ പാപം ചെയ്യുകയും പാപത്തിൻ്റെ ഫലമായി ദുരന്തം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ എല്ലാ ഭൗതിക വസ്തുക്കളെയും നിസ്സാരമായി കരുതുകയും വെറുക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗീയമായവയ്ക്കായി ആഗ്രഹിക്കുക. ഈ ലോകത്തിലെ വസ്തുക്കൾ മായയും പൊള്ളയുമാണെന്നും എന്നാൽ സ്വർഗീയ വസ്തുക്കൾ നിത്യമാണെന്നും ഓർത്തിരിക്കുക. ഞാനാണ് നീതിസൂര്യൻ. അതുകൊണ്ട് അവർ എന്നെ വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ നിഷേധിക്കുകയും അവരെ ഒറ്റിക്കൊടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അതിന് കാരണം പണവും സമ്പത്തും പദവികളും ബഹുമതികളും അത്രേ. തീർച്ചയായും സൂര്യനിൽ വലിയ അടയാളങ്ങൾ സംഭവിക്കും. 3 ദിവസത്തേക്ക് ലോകം മുഴുവൻ അന്ധകാരത്തിലായിരിക്കും. അതിനു മുൻപായി സൂര്യൻ വടക്ക് നിന്ന് തെക്കോട്ടും തെക്ക് നിന്ന് കിഴക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടേക്കും ചാഞ്ചാടുന്നത് നിങ്ങൾ കാണും. ഈ പ്രതിഭാസം കാണുമ്പോൾ എല്ലാവരും ഞെട്ടിവിറയ്ക്കും. എങ്കിലും അവരുടെ ഹൃദയങ്ങൾ ഫറവോയുടെ ഹൃദയം പോലെ അടഞ്ഞു തന്നെ കിടക്കും. എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടും എത്രയോ അടയാളങ്ങൾ കൊടുത്തിട്ടും അവർ തങ്ങളുടെ മർക്കടമുഷ്ടിയിൽ തന്നെ തുടരുന്നുവെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ സൂര്യൻ രക്തവർണ്ണമായി പ്രത്യക്ഷപ്പെടും. ഇതെല്ലാം ഉടനെ തന്നെ സംഭവിക്കാനിരിക്കുന്നു. ഇപ്പോൾ മനുഷ്യർ പണത്തെ സ്നേഹിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പണമാണ് അവരെ നിയന്ത്രിക്കുന്നത്. പണം ഹേതുവായി അനേകർക്ക് തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. എല്ലാ നാശത്തിൻ്റെയും മൂലകാരണം പണമത്രേ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയും ഭക്ഷണവും മരുന്നും മനുഷ്യർക്ക് ആവശ്യമായ മറ്റെല്ലാ വസ്തുക്കളും ലഭ്യമാക്കുകയും ചെയ്യും. എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അനേകർ എന്നെ മറന്ന് അവൻ്റെ പിറകെ പോകും. ഈ തലമുറ തന്നെ എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കും. അവർ എതിർ ക്രിസ്തുവിനെ അനുഗമിക്കാൻ കാരണം അവരുടെ അജ്ഞതയും എന്നോടും ഞാനും എൻ്റെ അമ്മയും വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളോടുമുള്ള അനുസരണക്കേടുമാണ്. നിങ്ങളിൽ എത്ര പേർ ഇപ്പോൾ തന്നെ അസന്മാർഗികതയിൽ വ്യാപരിച്ചുകൊണ്ടും അബദ്ധ സിദ്ധാന്തങ്ങളുടെ പുറകെ പോയിക്കൊണ്ട് ഭയലേശമെന്നെ സാത്താനെ സേവിച്ചുകൊണ്ടും 10 പ്രമാണങ്ങളെ തിരസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനിയും സമയം വൈകുന്നതിന് മുമ്പേ എന്നെ അന്വേഷിക്കുക. എന്തെന്നാൽ അധർമ്മത്തിൻ്റെ സൂര്യൻ എൻ്റെ സ്ഥാനം അപഹരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയും എന്നെ തിരിച്ചറിയാത്തവരെ വഞ്ചിക്കുകയും ചെയ്യും. അവൻ അവരെ തങ്ങളുടെ സഹോദരന്മാരെ പീഡിപ്പിക്കുന്നവരും പിശാചിൻ്റെ ശുശ്രൂഷകരുമാക്കി മാറ്റും. ഇതാ ഞാൻ എതിർ ക്രിസ്തുവിനെ കുറിച്ച് അനേക കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും എൻ്റെ ജനം എതിർ ക്രിസ്തു മനുഷ്യകുലത്തിന് തന്നെ വെളിപ്പെടുത്തുന്നതിനെ കാത്തിരിക്കുന്നത് തുടരുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വഴിതെറ്റിക്കപ്പെടരുത്. എന്നെ ശ്രവിക്കുക. അവൻ പരീക്ഷണങ്ങൾ, വേദന, രോഗം, ഒറ്റപ്പെടൽ, അനുസരണക്കേട്, നിഷേധം, അഹംഭാവം, ദുഃഖം എന്നിവയിൽ കൂടിയെല്ലാം പ്രവർത്തിക്കും. നിങ്ങളെ തൻ്റെ അടുക്കിലേക്ക് വലിച്ചിഴയ്ക്കാനും തൻ്റെ നിർവികാരത നിങ്ങളിലും നിറയ്ക്കാനുമായി അവൻ നിങ്ങളുടെ മനസ്സിലുദിക്കുന്ന സംശയചിന്തകളെയും ഉപയോഗിക്കും. അവൻ നിങ്ങൾക്ക് ആശ്വാസം വാഗ്ദാനം ചെയ്യും. എൻ്റെ ജനം അവൻ വാഗ്ദാനം ചെയ്യുന്ന ആശ്വാസത്തെ പാപമെന്ന് വിളിക്കുന്നില്ല. ഇപ്പോൾ എതിർ ക്രിസ്തു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, പ്രയാസമേറിയ ശോധനകൾ ഇതാ അരികിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ചറിയാം. എങ്കിൽ പോലും നിങ്ങൾ അതിനായി ഒരുങ്ങണം. എന്തെന്നാൽ ഈ പരീക്ഷണത്തെ നേരിടാൻ മനുഷ്യൻ ഒരിക്കലും പൂർണ്ണമായി സജ്ജനായിരിക്കില്ല. നിങ്ങൾക്ക് അത് നേരത്തെ തന്നെ അറിയാം. എന്നിട്ട് നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ വചനം അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്.